പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകരെ, ഒരു തൂക്കുപാലൊക്കെ ഉണ്ട് അവിടെ. ആ തൂക്കുപാലെല്ലാം കടന്ന് ഒരു മിനി ജലവൈദ്യുതി പദ്ധതിയൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് ഞാനും നമ്മളെ ചോട്ടാപ്പി ഫാമിലി ഉള്ളത്. അപ്പോൾ ഭാര്യ ക്യാമറയുടെ പിന്നിലാണ്. എവനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നല്ല വെള്ളച്ചാട്ടങ്ങൾ ഇതൊക്കെയുള്ള ഒരു പ്രദേശം. ഇപ്പോൾ ഇവിടെ തൂക്കുപാലം വന്നിട്ടുണ്ട്, ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് അരിപ്പാറയാണ്. നമ്മുടെ താമരശ്ശേരിക്കടുത്ത് ആനക്കാമ്പോയിൽ മുത്തപ്പയ റൂട്ടിലാണ് ഈ അരിപ്പാറ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക. നല്ല മനോഹരമായ കാഴ്ചകളാണ്. കുളിക്കാൻ വന്നതായിരുന്നു, പക്ഷേ കുളിക്കാൻ പറ്റുന്നില്ല. നല്ല മഴയുള്ളത് തന്നെ കുളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തൊരു ഭാഗ്യം, നല്ല ക്ലൈമറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ വീക്കെൻഡൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് എവിടേക്ക് പോകണമെന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഈ അരിപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കൂടത്തായി വഴി, അതുപോലെ തന്നെ മുത്തപ്പമ്പുഴ വരുന്ന വഴിയൊക്കെ തന്നെ വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതിമനോഹരമായ റൂട്ടാട്ടോ. ഈ ഒരു വെള്ളച്ചാട്ടമല്ല, ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുന്ന വഴികളൊക്കെ തന്നെ നല്ല ഗ്രീനറി ആയിട്ടുള്ള ഏരിയകളാണ്. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഈ വഴിക്ക് വരുമ്പോൾ ഞങ്ങളിപ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് ബൈക്ക് എടുത്തിട്ടാണ് വരുന്നത്. ഞങ്ങളുടെ ഒരു യമഹ ആൽഫ എന്ന് പറഞ്ഞൊരു ബൈക്കുണ്ട്. അതിലാണ് ഞങ്ങൾ അധികം യാത്രയും. ഞാനുണ്ട്, മക്കൾസ് ഉണ്ട്, വൈഫുണ്ട്. അപ്പോൾ ഞങ്ങളൊരു വീക്കെൻഡ് ട്രിപ്പ് അടിച്ചതാണ്. വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ ഇറങ്ങിയതാണ്. ഞങ്ങളുടെ ലക്ഷ്യം മറപ്പിയ പോകണമെന്നായിരുന്നു. മുത്തപ്പമ്പുഴ മറപ്പിയ ഞങ്ങളെപ്പോഴും പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അവിടെ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ടും മഴയൊക്കെ ആയതുകൊണ്ട് ചളിക്കുളമായിട്ടുണ്ട് പോകുന്ന വഴിയൊക്കെ. അപ്പം തൽക്കാലം അവിടുന്ന് മാറ്റി നേരെ ഇലത്തക്കടവിൽ നിന്ന് കുറച്ച് ഫ്രണ്ടോട്ട് കയറി അരിപ്പാറക്ക് പോകുന്നൊരു വഴിയുണ്ട്. അതൊരു രസമുള്ള വഴിയാണ്. ആദ്യകാലങ്ങളിൽ ഞങ്ങൾ കുളിക്കാൻ വരുമ്പോൾ ഈ വഴികളിലൊക്കെ തന്നെ നല്ല താറാവിൻ്റെ കറിയും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡ് കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുളിച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി വരുമ്പം നമ്മൾ കുളിച്ചിട്ട് നല്ല വിശപ്പുണ്ടാവും. വിശപ്പോടെ ഇവിടെ നിന്ന് ചൂടുള്ള കുത്തിരിപ്പുട്ടൊക്കെ തിന്നാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ കുളിക്കാൻ വിടുന്നില്ല. കുളിക്കാൻ വിട്ടിട്ടില്ലെങ്കിലും സാരമില്ല, കാരണം കുളിക്കാൻ വിടാത്ത വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് ഇവിടുന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ തൽക്കാലം കുളി നിരോധിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ സാധാരണ ഒഴുക്കപ്പെട്ട് പോവുകയല്ല ചെയ്യാറ്. ഇവിടെ ഒഴുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ പാറക്ക് വലിയ ദ്വാരങ്ങളുണ്ട്. ഈ ദ്വാരങ്ങൾ ഗുഹ പോലുള്ള ദ്വാരങ്ങളാണ്. ഈ ദ്വാരങ്ങളിലേക്ക് ആൾ കുടുങ്ങിപ്പോയി ശ്വാസം കിട്ടാതെ മരണപ്പെടുന്ന കേസൊക്കെ ഉണ്ട്. അതും പിന്നെ കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ബോഡി കിട്ടിയ കേസൊക്കെ ഉണ്ട്. അപ്പം ഇപ്പോൾ തൽക്കാലം കുളിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കുളിക്കേണ്ട ആവശ്യമില്ല. അത്രയും മനോഹരമായ ഒരു കാഴ്ചയുടെ വിരുന്ന് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാറകളൊക്കെ ഒരു പ്രത്യേക ഷേപ്പ്, ആ പറഞ്ഞില്ല ഗുഹ പോലെയും ദ്വാരങ്ങളൊക്കെ ഉള്ള പാറകളൊക്കെ, അതൊക്കെ ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ലൊരു ഭംഗിയാട്ടോ. 10 ഉറുപ്പ്യേ അതാണ് ഏറ്റവും വലുത്. ഇവിടത്തേക്ക് ടിക്കറ്റ് ചാർജ് ആകെ വരുന്നത് 10 ഉറുപ്പ്യാണ്. പക്ഷെ 10 ഉറുപ്പ്യക്ക് ഇതൊരു മുതലാട്ടോ, ഒന്നും പറയാനില്ല. നല്ല ഗ്രീനറി ആയിട്ടുള്ള സ്പോട്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത ഷേപ്പുകളുള്ള പാറ, കുത്തി ഒലിച്ചു വരുന്ന പുഴ. അപ്പോൾ ഇതൊക്കെ നല്ല രസമാട്ടോ. ആ പുഴയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് പോകുന്നതും. അപ്പം ഞാനിവിടെ മക്കൾസൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് വലിയൊരു തൂക്കുപാല, ചെറിയൊരു തൂക്കുപാലം തന്നെ, നല്ല വലിയൊരു തൂക്കുപാല. എനിക്ക് തോന്നുന്നത് മലബാറിലെ ഒരു വലിയ തൂക്കുപാലങ്ങളിൽ ഒന്നായിരിക്കും ഇപ്പോൾ അരിപ്പാറയിലെ തൂക്കുപാലം. ഒരുപാട് പേരാണ് കേട്ടോ അവിടെ വരുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്, റീൽസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, സ്റ്റാറ്റസ് ഫോട്ടോസൊക്കെ. അങ്ങനെ എന്തിനും നല്ല പറ്റിയതാണ്. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ അവിടെ നല്ലോണം മക്കളെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ്. സേഫാട്ടോ, സേഫാണ്, ഒരു പ്രയാസമില്ല, സേഫാണ്. പക്ഷേ അതിൻ്റെ സെൻറ്ററിലൊക്കെ എത്തി താഴേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും. കാരണം വെള്ളം അങ്ങനെ കുത്തി ഒലിച്ച് വരുന്നുണ്ട്. ഈ തൂക്കുപാലം കടന്നു കഴിഞ്ഞാൽ ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ട്. ആ ഇറിഗേഷൻ പ്രോജക്റ്റിനോട് ചേർത്ത് ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. എല്ലാം നല്ല ഗ്രീനറിയാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പല ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ തൊട്ടടുത്തും ഇതുപോലുള്ള കുറേ നല്ല നല്ല കാഴ്ചകളുണ്ട്. ഈ ഒരു അരിപ്പാറ മാത്രമല്ല, അരിപ്പാറയുടെ സറൗണ്ടിങ് ഏരിയയിൽ ഒരുപാട് കാഴ്ചകൾ ഇനിയുണ്ട്. അരിപ്പാറയുടെ സറൗണ്ടിങ് ഏരിയയിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരപ്പുഴ, ഇതൊക്കെ കണ്ട വലിയ വലിയ കുഴികളുണ്ട് ഈ പാറകൾക്കിടയിൽ. നല്ല നല്ല വലിയ കുഴികളാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് സംഭവിക്കുന്ന കുഴികളാണിത്. വെള്ളത്തിൻ്റെ ഫോഴ്സും അതുപോലെ തന്നെ അത്രയും ഫോഴ്സിലാണ് ഈ മലവെള്ളം ഇവിടെ വന്നിറങ്ങുന്നത്. അത്രയും വലിയ ഫോഴ്സിലാണ് മലവെള്ളം ഇവിടെ വന്നിറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും നമുക്ക് നേരിട്ട് കാണണമെങ്കിൽ ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയാൽ മതി. നല്ല രസമുള്ളൊരു പാലം. അത് എക്സ്പീരിയൻസ് ചെയ്താൽ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മളിങ്ങനെ കണ്ട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, നേരിട്ട് ആ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. എന്തായാലും നമ്മുടെ നിയറസ്റ്റിനുള്ളതാണ് അരിപ്പാറ വാട്ടർഫാൾസ്. ഇതിൻ്റെ സറൗണ്ടിങ് ഏരിയയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കിതിലെ തുഷാരഗിരിക്ക് പോവാം, അതുപോലെ കാക്കാടൻ പൊയിലിലേക്ക് പോവാം, നായാടൻ പൊയിലേക്ക് പോവാം. ഞങ്ങളവിടെയൊക്കെ ഞങ്ങൾ ഈ ബൈക്ക് എടുത്തിട്ട് എപ്പോഴും പോകാറുള്ളതാണ്. വീക്കെൻഡ് അധികം യാത്ര ചെയ്യുന്നതാണ്. ഇവിടെ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുളിക്കാൻ പറ്റൂല. കുളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അപകടമാണ്. കാരണം പോണ വഴിക്കൊക്കെ കുളിക്കാനുള്ള
പിന്നെ സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടു വരും. പക്ഷെ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. കാരണം നമ്മളിപ്പോൾ സൈലൻ്റായി കാണുന്ന പുഴയായിരിക്കില്ല, പെട്ടെന്ന് പുഴയുടെ ഭാവം മാറും മലയിൽ വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കി, അപകടാവസ്ഥ മനസ്സിലാക്കി തന്നെ ഈ പ്രദേശങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളില്ല, നമുക്കത് കണ്ട് മടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്തായാലും ഇത് അതിനോട് അടുത്തിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. ഇത് തൂക്കുപാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകുമുണ്ടാകുന്ന കാണുന്ന ഒരു കാഴ്ചകളാണിത്. നല്ല മനോഹരമായിട്ട് നമ്മൾ ശരിക്കും കോഴിക്കോട് ജില്ലയിലെ ഒരു പ്രദേശത്താണോ വയനാടാണോ എത്തിയെന്നല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയ പ്രതീതി തരുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. എൻ്റെ കുട്ടൂസ് ഇതാ ഓടിക്കളിക്കുക പുള്ളിക്കാരൻ. അപ്പോൾ ഭയങ്കര ഓട്ടമൊക്കെയാണ്. കാരണം ഓനെ ഫ്രീ ആയി വിട്ടുകൊടുത്ത, കാരണം നല്ല ഒരു ഏരിയയാണ്, അടിച്ചുപൊളി ഏരിയ എന്ന് പറയാം. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ. അപ്പോൾ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു പ്ലേസ് കേട്ടോ അരിപ്പാറ. ഇതാണ് ആ മിനി ജലവൈദ്യുത പദ്ധതി. അപ്പോൾ മഴക്കാലത്തൊക്കെ ഈ വയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റെഡ് അലർട്ട് എന്നുള്ളവർ വരാൻ നിൽക്കണ്ട. എല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഗ്രീനറിയാണ്, പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർഫാൾസും അതിൻ്റെ ചുറ്റുപാടുള്ള ഏരിയയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുമാത്രമല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അരിപ്പാറ എത്തിയ സമയത്ത് മഴയൊക്കെ ഒന്ന് മാറി നിന്നു, വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റി. ഞങ്ങൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് ഏകദേശം എലന്തക്കട എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മഴ കുടുങ്ങിയത്. അപ്പോൾ ഞങ്ങളെ ബൈക്കുമായിട്ട് അരിപ്പാറയിൽ നിന്ന് തിരിച്ച് ഞങ്ങളുടെ നാടായ കൊയിലാണ്ടിയിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ബൈക്കിനൊക്കെ വരാനുള്ള ദൂരമേ ഉള്ളൂ, ബൈക്കും കാറും ബസ്സും ഒക്കെ. അപ്പോൾ 2 റൂട്ടുണ്ട് കേട്ടോ. കൂടത്തായിൽ നിന്ന് വരുമ്പോൾ അരിപ്പാറ കയറാം, ഇനി എലന്തക്കടവ് വന്ന് ആ പാലം കടന്നിട്ട് കുറച്ചും മരപ്പുഴ റോട്ടിലേക്ക് പോയാലും നമുക്ക് അരിപ്പാറയിൽ കയറാം. ഇപ്പം ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചാൽ കിട്ടും നിങ്ങൾക്ക് അരിപ്പാറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും അതിമനോഹരമായ വഴിയിലൂടെ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി. ആ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടില്ല എങ്കിലും ആ വെള്ളച്ചാട്ടത്തെ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച്, ആ തൂക്കുപാലത്തൊക്കെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. ഓക്കെ.